ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് ഫാമിലിക്ക് സുഖം തന്നെ. ഞാനിന്ന് വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. ചായ കുടിച്ചതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് മുട്ടയപ്പം മുട്ടക്കറിയുമാണ്. അരി അരക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. 400 ഗ്രാം അരിക്ക് 1.5 ഗ്ലാസ് ചോറാണ് കൂട്ടേണ്ടത്. അരിയും ചോറും മാത്രം അരച്ചതാണ്. ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നല്ല കട്ടിയിൽ അരച്ചെടുക്കണം. നമ്മൾ ഇഡ്ഡലി മാവിനെല്ലാം അരക്കുന്നത് പോലെ അരച്ചെടുക്കണം. അരി അരക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയാൽ പിന്നെ അപ്പം നന്നാവുകയില്ല. അതുകൊണ്ട് നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുക്കണം. പിന്നെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കറിയാണ് ഞാൻ ആദ്യം ഉണ്ടാക്കുക. അങ്ങനെ മുട്ടക്കറിയാണ് ആദ്യം ഉണ്ടാക്കി. മുട്ട ആദ്യമേ പുഴുങ്ങി വെച്ചിരുന്നു. സ്റ്റൗ ഓണാക്കി ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ സവാളയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇടിച്ചതും ഇട്ടു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. അതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് മുട്ടയും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചോറുണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ചോറ് വിറകടുപ്പിലാണ് ഉണ്ടാക്കിയത്. ചോറിന് കറിയായി ഉണ്ടാക്കിയത് പരിപ്പും പാലക്കയും കൊണ്ടുള്ള കറിയാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും പത്തലിനായാലും ചോറിനായാലും എല്ലാം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് പരിപ്പും പാലക്കയും കൊണ്ടുള്ള കറി. അതെല്ലാം ആയി വന്നതിന് ശേഷം ഫിഷ് ഫ്രൈയും ഉണ്ടാക്കി, തോരനും ഉണ്ടാക്കി. അങ്ങനെ അതെല്ലാം ആയതിനു ശേഷം എല്ലാവരും ലഞ്ച് കഴിച്ചു. പിന്നെ വൈകുന്നേരം നമ്മുടെ ഇവിടെ വീട്ടിനടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അവിടത്തേക്ക് പോകുന്ന ഇതാണിത്, ഘോഷയാത്ര. അത് എല്ലാ വർഷവും ഉണ്ടാവും. കാണാൻ നല്ല രസമാണ്. നമ്മുടെ വീട്ടിലിരുന്നാൽ തന്നെ ഇത് പോകുന്നത് ഇങ്ങനെ കാണാം. ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ ഫുൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു പുതിയൊരു വീഡിയോ വരുന്നത് വരെ അസ്സലാമു അലൈക്കും.